ഇമാജിൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജി കിട്ടുന്നു. സംതിങ് ലൈക്ക് ChatGPT ബട്ട് മോർ അഡ്വാൻസ്ഡ്. പക്ഷേ ഇത് നിങ്ങളുടെ ഫോണിലല്ല, ഇറ്റ്സ് ഇൻസൈഡ് യുവർ ബോഡി. ഇതൊരു AI ഡോക്യുമെൻ്ററി ഒന്നുമില്ല. ദിസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് ത്രില്ലിംഗ് മാൻഹവ യു വിൽ എവർ റീഡ്. ആൻഡ് നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാൻ പോകുന്നത് ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു മാൻഹവയെ. കഥ നടക്കുന്ന മുറിയം വേൾഡിലെ ഡിമോണിക് കൾട്ടിലാണ്. മുറിയം എന്ന് വെച്ചാൽ ദ വേൾഡ് ഓഫ് മാർഷൽ ആർട്ട്. ഇവിടെ ഡിമോണിക് കൾട്ടിലെ 7th പ്രിൻസായ ചിയോൺ യുനാണ് നമ്മുടെ ഹീറോ. അവനൊരു ജാരസന്തതിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മറ്റ് സിബ്ലിങ്സും മറ്റ് മദേഴ്സും കൂടിയിട്ട് ഇവന് മാർഷൽ ആർട്സ് പഠിക്കുന്നതിന് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവനെ കൊല്ലാൻ ഒരുപാട് ശ്രമങ്ങളും നടത്തി. ഹി വാസ് മിസറബിൾ, ഹി വാസ് വീക്ക്. ബട്ട് ഇതെല്ലാം ചേഞ്ച് ആവും. അവൻ്റെ ഫ്യൂച്ചർ ഡിസെൻഡൻറ്റ് ഫ്യൂച്ചറിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI അവൻ്റെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യും. ബട്ട് ഈ ഫ്യൂച്ചർ ഡിസെൻഡൻറ്റ് ഇവൻ്റെ ബോഡിയിൽ ഈ നാനോ ടെക്നോളജി ഇഞ്ചെക്ട് ചെയ്യുന്നത് ശരിക്കും ഇവനെ രക്ഷപ്പെടുത്താനും അതുപോലെ ഇവനും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആക്കാനും വേണ്ടി മാത്രമല്ല. ദ ഡീപ്പർ യു ഗോ യു റിയലൈസ് ദാറ്റ് ഈ നാനോ ടെക്നോളജിക്ക് ഒരു ബിഗ്ഗർ മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണെന്ന് ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാനോ ടെക്നോളജി അവനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അവന് VR ടെക്നോളജി എല്ലാം വെച്ച് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുകയും എല്ലാ മാർഷൽ ആർട്സും പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അതുമാത്രമല്ല, അവൻ്റെ ബോഡി ഒരു മാർഷൽ ആർട്സിന് വേണ്ടി ഏറ്റവും ആപ്റ്റബിൾ ആയിട്ടുള്ള ബോഡി ആയിട്ട് ചേഞ്ച് ആവും. ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഡിമോണിക് കൾട്ട് ലീഡർ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഓരോ കോമ്പറ്റേറ്റീവ്സിനെയും ഇവൻ ഇല്ലാതാക്കും. ആൻഡ് ഈസ് റിയലി ബ്രൂട്ടൽ ഇൻ ദാറ്റ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാനോ ടെക്നോളജി ഉണ്ടായിട്ട് പോലും ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ ഹിം ടു സർവൈവ് ദ ബ്രൂട്ടൽ പൊളിറ്റിക്സ്, betrayal and the harsh Murim world. പക്ഷെ അവൻ ഇതെല്ലാം ഓവർകം ചെയ്ത് he will become one of the most powerful martial artists in the history of that world. The man who I am talking about is Nano Machine. ഇത്രയും നല്ലൊരു സ്റ്റോറി പ്ലോട്ട് മാറ്റി വെച്ചാൽ ഇതിൽ ഫൈറ്റ് സീക്വൻസ്, ആർട്ട് സ്റ്റൈൽ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, വേൾഡ് ബിൽഡിംഗ് ഇതെല്ലാം പീക്ക് ലെവലാണ്. അതുമാത്രമല്ല, AIയുടെയും മാർഷൽ ആർട്സിൻ്റെയും കോമ്പിനേഷൻ വളരെ നല്ല രീതിയിലാണ് ഇംപ്ലിമെൻറ്റും ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് AI, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ നാനോ ടെക്നോളജി ഈ വേൾഡിൽ വന്നിരിക്കുന്ന ഒരു മിഷൻ കൊണ്ടാണ്. ആൻഡ് ദാറ്റ് മിഷൻ ഈസ് ഫ്യൂച്ചറിൽ ഒരു വാർ നടക്കാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് വാർ ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് വാർ ഇൻ ദ മുറിയം വേൾഡ്. ഈ വാറിന് വേണ്ടിയിട്ട് ചിയോൺ യുനെ പ്രിപ്പയർ ചെയ്യുക, അതാണ് ഈ നാനോബിറ്റ്സിൻ്റെ മിഷൻ. ഈ വാർ ജയിക്കുന്നത് കൊണ്ട് ഈ വേൾഡ് മാത്രമല്ല, ഫ്യൂച്ചർ ഡിസെൻഡൻറ്റ് ഫ്യൂച്ചറും സേഫ് ആവും. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ഡിസെൻഡൻറ്റ് ഈ പാസ്റ്റിലേക്ക് വന്ന് ചിയോൺ യുവിൻ്റെ ബോഡിയിൽ ഈ നാനോടെക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് ഈസ് ഇവർ ഈ വാറിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ മാർഷൽ ആർട്സിന് എതിരായിട്ടല്ല. ആ മാർഷൽ ആർട്സും ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ വാർ ബിറ്റ്വീൻ ദ AI ഫ്രോം ദ ഫ്യൂച്ചർ ആൻഡ് എ വില്ലൻ ഫ്രോം ദ ഫ്യൂച്ചർ. അതുകൂടിയാണ് ഈ മാനുവനെ ഇത്രയും യൂണീക്ക് ആക്കി മാറ്റുന്നത്. സോ ഇഫ് യു വാണ്ട് ടു റീഡ് സംതിങ് യൂണീക്ക്, ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് നാനോ മെഷീൻ. ആൻഡ് ഈ മാനുവയുടെ ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻ ഞാൻ ഉടനെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ ദ ക്യാപ്ഷൻ വെൻ ഇറ്റ്സ് അപ്ലോഡഡ്. ആൻഡ് ത്രൂ ഔട്ട് ദിസ് മാം നമ്മൾ കാണുന്നത് ഹീറോയ്ക്ക് ഇങ്ങനത്തെ ഒരു നാനോ ടെക് കിട്ടുമ്പോൾ ഹീറോ എന്ത് ചെയ്യുമെന്നതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നാനോ ടെക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ടെൽ മീ ഇൻ ദ കമൻറ്റ്. ആൻഡ് ആസ് ഓൾവേസ് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാനുവ അനിമെ കൊണ്ട് നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ സൈനർ.